ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ്. വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ക്ഷേത്രത്തിനെ. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഫേമസ് ആയ പൂരങ്ങളിൽ ഒന്നാണ് ഉത്രാളിക്കാവ് പൂരം. ഇവിടുത്തെ വെടിക്കെട്ടും അതുപോലെ തന്നെ വളരെ ഫേമസ് ആണ്. മധ്യ കേരളത്തിലെ തന്നെ പുരാതനമായ ഭഗവതിക്കാവുകളിൽ ഒന്നായിട്ടാണ് ഉത്രാളിക്കാവ് കണക്കാക്കുന്നത്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മലയുടെ താഴ്വാരത്തായിട്ടാണ് അമ്പലം വരുന്നത്. അതുപോലെ തന്നെ ചുറ്റിലും പാടാണ്, അമ്പലത്തിൻ്റെ ചുറ്റിലും പാടാണ്. അമ്പലത്തിലേക്ക് നടന്നു പോകാനുള്ള ഈ ഒരു വഴിയിൽ തന്നെ 2 പാടത്തിൻ്റെ നടുവിലൂടെ ഒരു റോഡ് കൊടുത്ത ഈ ഒരു ക്ഷേത്രം വരുന്നത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ നിന്ന് നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഈ ഒരു അമ്പലത്തിൻ്റെ അന്തരീക്ഷം പോലും വളരെ മനോഹരമാണ്. മധ്യ കേരളത്തിലെ പ്രധാന ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉത്രാളിക്കാവ്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഈ അമ്പലത്തിൻ്റെ പിറകിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. അതും ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇവിടെ ഉത്രാളിക്കാവിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇവിടെ മുകുന്ദൻ എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട്. ആ ഏട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു. കുംഭമാസം 17-ാം തീയതി പൂരം, കുംഭമാസം 17-ന്. ഇപ്രാവശ്യം അപ്പൊ നടന്നുണ്ടാവില്ല? കഴിഞ്ഞ പ്രാവശ്യം നടന്നു. കൊറോണന്റെ ആണോ? അത് കഴിഞ്ഞ കൊറോണ വന്നത്. 2 പ്രാവശ്യം കൂടെ പൂരം നന്നായി നടന്നു. ഇത് നമ്മള് തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടാണോ? അല്ലല്ല, അതിന് മുന്നേ വരെ അതിന്റെ കുംഭത്തില്. ആനയൊക്കെ ഉണ്ടാവുന്ന ഉത്സവം ബ്രാനുണ്ട്. 21 ആന ഉണ്ടാവാറുണ്ട്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വെടിക്കെട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. വെടിക്കെട്ടുണ്ടാവാറുണ്ട്. ഇപ്പൊ 2 കൊല്ലമായിട്ടൊക്കെ ആന കുറവുണ്ടാവാറുള്ളൂ. ഈ ചെറിയ അമ്പലത്തിൽ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നത്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം? അത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കും. ഒറ്റ ദിവസം കൊണ്ട് 3 സെറ്റ് ഒറ്റ ദിവസം പൂരം. വടക്കാഞ്ചേരി, എങ്കിക്കാട്, തെങ്കിക്കാട്, ദശപ്പെടും. പിന്നെ ഒരു സെറ്റ് കോരലൂര്, അത് ആ ഭാഗപ്പെട്ട്. കാനോള് ഇവിടെ വരും പൂരം കഴിക്കാൻ. ഇത് കുതിരപ്പൂരുണ്ടാവും. ഈ കുടങ്ങനെ തിരിച്ചിട്ട് പറയര വേല ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ കാളകളി, കൊട്ടും വാദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഓരോരോ സെറ്റ് ചെറു സെറ്റ് ഇറങ്ങാറുണ്ട്. പിന്നെ ഈ മായാവി കെട്ടിയിട്ട് ആൾക്കാർ അങ്ങനെയൊക്കെ ഓരോരോ സെറ്റ് ഇറക്കാറുണ്ട് ഓരോരുത്തർ. അത് കഴിഞ്ഞ വരെ ഉണ്ടായിട്ടുണ്ട്, തടസ്സം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ പ്രാവശ്യം ഇവിടെ വരാറില്ല. ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഇത് നമ്മളിപ്പോൾ 1 കഴിയും, അപ്പോൾ പൂരം കഴിയും. അപ്പോൾ അതിനിടയിൽ മറ്റുള്ള പൂരങ്ങളൊക്കെ ബന്ധാവുന്നു. അവിടെ തടസ്സം വന്നിട്ടില്ല. കണ്ടമാനം ആളുണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. അത്രയും ആള് തിരക്കുള്ള സ്ഥലം അത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ട്രെയിനും ഇങ്ങനെ ബാക്ക് പോകുന്നത്. എന്നാലും അവിടെ പോലീസ് നിർത്തും. വേണ്ട സ്ഥലം നിൽക്കാണ്ടല്ലോ, അതുകൊണ്ട് സൗകര്യമായിട്ട് പൂരം കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്തും നിർത്തും ആൾക്കാരെ. വെടിക്കെട്ട് ഇവിടെ അല്ലേ, ഇവിടുന്ന വെടിക്കെട്ട് ഓരോ വരെ തന്നെ അതുകൊണ്ട് ആനയെ ഒഴിവാക്കിയിട്ട് ചെയ്യും. അതിന് റെയിൽവേയും സമ്മതമാണ്. റെയിൽവേ അത് സമയത്ത് വണ്ടിയെ കൂക്കിയിട്ട് തന്നെ വിടുള്ളൂ, മെല്ലെ വിടുള്ളൂ. അത്രയും വേലികെട്ട ഭഗവതിയാണ് ഇപ്പത്. ഇത് അമ്പലത്തിന്റെ തന്നെയാണ് ഈ സ്ഥലം? കൃഷിയൊക്കെ അല്ല, ഓരോരുത്തരെ കൈവശമുള്ളതാണ്. ആണല്ലേ. ഉത്സവം സമയമാകുമ്പോൾ കൃഷിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒറ്റ മൂല പണിയാണല്ലോ കൃഷി. അപ്പോൾ അതാ പണി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അത് കൊത്തി കഴിഞ്ഞാൽ കൊടുത്തിൻ്റെ പരിപാടിയായി. ഞാനവിടെ കുറച്ച് കൊള്ളിത്തിന് അതിന്റെ ബാക്കിൽ അവിടെ പോയി നോക്കാൻ വേണ്ടി പോവാ. ആണല്ലേ. കൊള്ളി എന്ന് പറയുന്ന കപ്പയ്ക്കല്ല? ഇവിടെ അടുത്ത് തന്നെ വീട്? കുറച്ചങ്ങോട്ട് പോകണം. പോട്ടെ, ശരി ചേട്ടാ.
പറമ്പിന് വീതി കിട്ടുക അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറേ വയലാണ് ചുറ്റിലും. വീഡിയോ എടുത്ത് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ആട്ടുകൂട്ടം വരുന്നേണ്ടത്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇത് എടുത്തതാണിതാ. ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞങ്ങളിപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ശരിക്കും എന്താ പറയുക, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ആട്ടുംകൂട്ടത്തിന് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതും അതിൽ ചേച്ചി തെളിക്കുന്നതിനനുസരിച്ച് നേരെ പാടവരമ്പത്തൂടെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇതിൽ ചെറിയൊരു തോട് പോലെ ഉണ്ട്. അത് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ പാലാണ് കൊടുത്തത്. ചോടേച്ച് പോട്ടെ, ചോടേച്ച് പോട്ടെ, പോട്ടെ പോട്ടെ അല്ല പോട്ടെ, പോട്ടെ 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 ആ ചാടേ പോട്ടെ പോട്ടെ ഇടുവാ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.